വിശദമായ വാർത്തകൾ നോക്കാം. തിരുവല്ലത്ത് യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ഷഹനയുടെ ഭർത്താവ് നൌഫലിന്റെ പിതാവ് മാധവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം കണ്ടലയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതികളെ പിടികൂടിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും അരുൺ. കഴിഞ്ഞൊരു മാസത്തോളമായി തിരുവല്ലത്തെ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് വലയുകയായിരുന്നു. പ്രതികൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ. പക്ഷേ എന്നാൽ ഇപ്പോൾ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലേ? തീർച്ചയായും പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോഴാണ് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. വലിയ പ്രതിഷേധമാണ് നേരത്തെ ഈ വിഷയത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിലും അതിന് ശേഷം തിരുവല്ലത്ത് ഒക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. 26 വയസ്സുള്ള യുവതിയാണ് ആത്മഹത്യ ചെയ്തത്. ഭർത്തൃ വീട്ടുകാരുടെ പീഡനമാണ് ആത്മഹത്യ കാരണമെന്നാണ് അന്ന് തന്നെ വീട്ടുകാർ പരാതിയുമായി രംഗത്ത്. പക്ഷേ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ എത്രയും നാൾ പോലീസിന് കഴിഞ്ഞില്ല. കടക്കലിൽ ഈ പ്രതികൾ അവരുടെ ഒരു ബന്ധു വീട്ടിൽ ഒളിവിൽ കഴിയുന്നു. അവിടെ പോലീസ് വിവരം അറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും അവിടെ നിന്ന് പ്രതികൾ രക്ഷപ്പെടാൻ കാരണം കടക്കൽ സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ ബന്ധുവായിരുന്നു. അയാൾ തിരുവല്ലം പോലീസ് അവിടേക്ക് വരുന്ന വിവരം ചോർത്തി കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അന്ന് പ്രതികൾ രക്ഷപ്പെട്ടത്. പിന്നീട് പലയിടങ്ങളിലെ മധുര അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞു. ഇന്നാണ് തിരുവനന്തപുരം കണ്ടലയിൽ നിന്ന് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. നൌഫൽ, ഷഹനയുടെ ഭർത്താവായിരുന്ന നൌഫൽ, ഭർത്തൃ മാതാവ്, പിതാവ്, ഈ 3 പേരെയുമാണ് അറസ്റ്റ് ചെയ്തവർ. ഇത്രയും നാൾ ഒളിവിലായിരുന്നു ഭർത്താവ് നൌഫലും നൌഫലിന്റെ മാതാവ് സുനിത, നൌഫലിന്റെ പിതാവ് നജീം, ഇവരാണ് അറസ്റ്റ് ആയിട്ടുള്ളത്. നേരത്തെ ഈ ഷഹനയുടെ വീട്ടുകാർക്ക് പണം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹബന്ധം ഏർപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് കുറച്ചുനാളായി ഷഹനയുടെ തിരുവല്ലത്തെ വീട്ടിലാണ് കഴിയുന്നത്. ഒടുവിൽ ഈ ആത്മഹത്യ ഉണ്ടാകുന്ന ദിവസം നൌഫൽ വീട്ടിലെത്തി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നൌഫലിന്റെ വീട്ടിലേക്ക് പോയി. ഇതാണ് പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാവുകയും ഷഹന ആത്മഹത്യ ചെയ്യാനും ഇടയാക്കിയത്. പക്ഷേ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പോലീസ് സ്റ്റേഷൻ മാർച്ചും പ്രതിഷേധവും റോഡ് ഉപരോധവും ഒക്കെ നടത്തിയിട്ടും പ്രതികളെ കസ്റ്റഡിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. പോലീസിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 തന്നെ ഷഹനയുടെ മാതാവ് പറഞ്ഞിരുന്നു. ഒടുവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതികൾ ലഭിച്ചിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്ന് പ്രതികൾ ഇപ്പോൾ കണ്ടലയിൽ നിന്ന് അറസ്റ്റാവുകയായിരുന്നു. അരുൺ, ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയോ? തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വൈകാതെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം സ്റ്റേഷനിലെ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. വലിയ പ്രതിഷേധം ഈ സ്റ്റേഷന് മുന്നിലും നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടായി. നാട്ടുകാർ പ്രതികളെ കൊണ്ടുവന്നപ്പോൾ സംഘടിച്ച പോലീസ് വാഹനത്തിന് അടുത്തേക്ക് ഓടിയെത്തുന്നു. ഷഹനയുടെ കുടുംബാംഗങ്ങൾ, അമ്മയടക്കമുള്ളവർ, മാതാവടക്കമുള്ളവർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. കാരണം ഇത്തരത്തിൽ 26 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി, അവളെ ഭർത്തൃ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്ന് അവൾ കൊല്ലപ്പെടുന്നു. അതും വീട്ടിൽ നിന്ന് മാറി, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിൽ നിന്നിട്ടും അവിടെ വന്ന് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കിയാണ് ഷഹനയുടെ പെട്ടെന്നുള്ള ഈ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതിൽ പ്രതികളെ എന്തുകൊണ്ട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ലാതെ പോലീസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. വലിയ അമർഷം, വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് തുടക്കം മുതലുണ്ടായ ഒരു കേസ് കൂടിയാണിത്. ഒടുവിൽ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോഴും പ്രതികളെ കൊണ്ടുവന്നപ്പോഴും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുണ്ട്. നന്ദി. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദുബായിൽ മലയാളിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ 3 പാകിസ്ഥാനികൾക്കെതിരെ കേസ്. പേരൂർക്കട സ്വദേശി അനിൽ വിൻസെന്റിനെയാണ് കൊലപ്പെടുത്തിയത്. ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നവർ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കേസെടുത്തത്. ദുബായിലെ ട്രേഡിംഗ് കമ്പനിയിൽ PROയായാണ് അനിൽ ജോലി ചെയ്തിരുന്നത്. ഈ മാസം 2-ന് അനിലിനെ കാണാതായി. ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ അശോകിന്റെ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാൻ സ്വദേശിക്കൊപ്പം അനിൽ പോയത്. പിന്നെ മടങ്ങിയെത്തിയില്ല. കേസ് ഫയൽ ചെയ്ത് അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ട്,
പ്രതിയിൽ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ അന്വേഷിക്കാനും എല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴാണ് പുള്ളി പെട്ടെന്ന് 7-ാം തീയതി പുള്ളി മിസ്സാകുന്നു. പുള്ളി വരുന്നില്ല. രാവിലെ ഓഫീസിൽ വന്നിട്ട് പോയി പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ CID ഞാൻ ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലീസ് ഒരാളെ പിടിച്ചു. അവനെ പിടിച്ചതിന് ശേഷം പിന്നെ ഈ പ്രതിയെ പിടിച്ചു. അപ്പോഴത്തേക്കും ഈ വണ്ടിയിൽ കൊണ്ടുപോയി അവർ ബറി ചെയ്ത ആ ഡ്രൈവർ രാജ്യം വിട്ടു. അയാളെ പിടിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും പോലീസ് ടോട്ടൽ മൂന്ന് പേരാണ്. കുടുംബത്തിന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കേസ് കൊടുക്കാനും അന്വേഷണത്തിനുമൊക്കെ അശോകിനും ഓഫീസ് ജീവനക്കാർക്കും ഒപ്പം പ്രതിയായ പാകിസ്ഥാനിയും ഉണ്ടായിരുന്നു. 7-ാം തീയതി ഇയാൾ ഒളിവിൽ പോയി. അതോടെയാണ് സംശയം ബലപ്പെട്ടത്. മൃതശരീരം മറവ് ചെയ്യാൻ കൊണ്ടുപോയ വാഹനത്തിന്റെ ഡ്രൈവറായ പാകിസ്ഥാനി നാട്ടിലേക്ക് രക്ഷപ്പെട്ടു. മറ്റു 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ജോലി സംബന്ധമായ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനമാണ് പോലീസിന്റേത്. അനിലിന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ MLA ഭൂമി കയ്യേറിയതായി റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട്. വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. 50 സെന്റ് ഭൂമിയിൽ കയ്യേറ്റം നടന്നതായി തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ചിന്നക്കനാലിലെ റിസോർട്ട് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLA വിജിലൻസ് മൊഴി രേഖപ്പെടുത്താനായി വിളിച്ചിരുന്നു. ഇതേ തുടർന്നാണ് 50 സെന്റ് ഭൂമിയിൽ കയ്യേറ്റം നടന്നതായി വിജിലൻസ് വ്യക്തമാക്കിയത്. തുടർന്ന് ഇത് പരിശോധിക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. കയ്യേറ്റം നടന്നതായി ഉടുമ്പൻചോല റവന്യൂ സംഘം സ്ഥിരീകരിച്ചു. 3 ആധാരങ്ങളിലായി 1 ഏക്കർ 21 സെന്റ് ഭൂമി വാങ്ങിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ മൊഴി. എന്നാൽ അധികമായി 50 സെന്റ് ഭൂമി കൂടി ഇവരുടെ കൈവശമുണ്ട്. തഹസീൽദാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ തുടർ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് 18 ഇടുക്കി. മാസപ്പടി ഇടപാടിൽ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി ജനപക്ഷം പാർട്ടി നേതാവ് ഷോൺ ജോർജ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് ഹർജി. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടില്ലെന്ന് ഷോണിന്റെ ഹർജിയിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയും CMRL തമ്മിലുള്ള മാസപ്പടി ഇടപാടിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരിക്കുകയാണ് ജനപക്ഷ പാർട്ടി നേതാവ് ഷോൺ ജോർജ്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിനെതിരെയാണ് ഷോണിന്റെ ഹർജി. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നാണ് ഹർജിയിൽ പ്രധാനമായും ആരോപിച്ചിരിക്കുന്നത്. വീണയുടെ കമ്പനി ചെയ്യാത്ത സേവനത്തിന് മാസപ്പടിയായി പണം വാങ്ങിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 3-അംഗ സമിതി അന്വേഷിക്കണമെന്ന് കോർപ്പറേഷൻ മന്ത്രാലയം ഉത്തരവിട്ടത്. 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറണമെന്നാണ് ഉത്തരവിലുള്ളത്. കമ്പനി നിയമത്തിലെ 210-ാം വകുപ്പ് പ്രകാരമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. എന്നാൽ ഈ വകുപ്പ് പ്രകാരം കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൌരവം കുറഞ്ഞ അന്വേഷണം മാത്രമായിരിക്കും എന്നാണ് ഷോണിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഗൌരവകരമായ കുറ്റങ്ങൾ അന്വേഷിക്കാനുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമാണ് വേണ്ടതെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചാൽ ED ഉൾപ്പെടുന്ന കേന്ദ്ര ഏജൻസികൾക്കും അന്വേഷണത്തിൽ പങ്കാളിത്തമുണ്ടെന്നും മനസ്സിലാകുമെന്നും ഷോൺ പറയുന്നുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നിലവിലെ അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും ഹർജിക്കാരൻ ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്രം പ്രഖ്യാപിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമാനമായ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും ഷോൺ പരാതി നൽകിയിട്ടുണ്ട്. ഷോണിന്റെ ഹർജി നാളെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. സംഘർഷത്തെ തുടർന്ന് അടച്ച എറണാകുളം മഹാരാജാസ് കോളേജ് നാളെ തുറക്കും. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി കോളേജ് അധികൃതർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വൈകിട്ട് 6 മണിക്ക് ഗേറ്റ് പൂർണ്ണമായും അടയ്ക്കുമെന്നും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് ഷജീല ബീവി പറഞ്ഞു. ഡാനിപോളിന്റെ റിപ്പോർട്ടിലേക്ക്. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മഹാരാജാസ് കോളേജ് തുറക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മഹാരാജാസ് കോളേജ് നാളെ മുതൽ പഴയതുപോലെ തന്നെ അധ്യയനം ആരംഭിക്കുകയും ചെയ്യും. ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്യാപക രക്ഷകർത്ത സംഘടനകളുടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ചില നിബന്ധനകൾ കോളേജിലെ വളരെ കർശനമായിട്ട് തന്നെ നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി യോഗം ചേർന്നത്. ഏതാണ്ട് 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന യോഗത്തിനൊടുവിലാണ് ഇതിൽ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങളിലേക്ക് എത്തുകയും നാളെ മുതൽ
ഇവിടെ അധ്യയനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. KSU, SFI, അതോടൊപ്പം തന്നെ ഫ്രറ്റേണിറ്റി, MSF എന്നീ സംഘടനകളുടെ പ്രതിനിധികളാണ് അധ്യാപകരും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചകൾ പങ്കെടുത്തത്. അതനുസരിച്ച് കോളേജിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ കഴിയണം, ആ രീതിയിലേക്ക് കോളേജിനകത്തെ പ്രവർത്തനങ്ങളും മാറണം, അധ്യയനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം, അത്തരം കാര്യങ്ങളാണ് കൂടുതലുമായിട്ട് തന്നെ ചർച്ചകൾ നടന്നത്. നാളെ മുതൽ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും കോളേജ് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ തന്നെ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിലെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഹോസ്റ്റൽ കമ്മിറ്റിയും ഹോസ്റ്റൽ അഡ്വൈസറി കമ്മിറ്റി ഹോസ്റ്റൽ സെക്രട്ടറിമാരുടെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുന്നതിനും അതിനനുസരിച്ച് ഹോസ്റ്റലിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ അസസ് ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കുന്നതിനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ഇതിൽ ID കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കും. മഹാരാജാസിനെ കുറിച്ച് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു പൊതുവിലുള്ളൊരു പരാതി, പുറമെ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുകയും കോളേജിനകത്ത് തന്നെ അവർ സ്ഥിരമായി ഉണ്ടാകുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നു. ഈ ഒരു സാന്നിധ്യം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും അത് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ID കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കും. മറ്റൊന്ന്, കോളേജിൽ പലപ്പോഴും രാത്രി വൈകിയും വിദ്യാർത്ഥികൾ കോളേജിൽ തങ്ങുന്നു എന്ന പരാതികൾ ഉയരുന്നു. അതുകൊണ്ട് ഈ 6 മണിക്ക് ശേഷം വളരെ നിർബന്ധമായിട്ട് തന്നെ വിദ്യാർത്ഥികളെ കോളേജിൽ തുടരാൻ 6 മണിക്ക് ശേഷം അനുവദിക്കില്ല, ക്യാമ്പസിനകത്ത് തുടരാനും അനുവദിക്കില്ല, ഗേറ്റുകൾ പൂർണ്ണമായിട്ട് തന്നെ അടച്ചിടും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കുക എന്നൊരു നിർദ്ദേശമാണ് ഉണ്ടായത്. അത് വിദ്യാർത്ഥികളുമായി നടത്തിയ ചർച്ചകൾ അവരെയും കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കോളേജിൽ അധ്യാപക രക്ഷകർത്താ സംഘടനകളുടെ നേതൃത്വത്തിൽ നേരത്തെ കൈക്കൊണ്ട തീരുമാനമനുസരിച്ച് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അധികമായിട്ട് നിയമിക്കുക എന്നത് സംബന്ധിച്ചാണ്. അതിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരം നിയമനങ്ങളിലേക്ക് പോകാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് എടുത്തിട്ടുള്ള കേസുകൾ, ആ കേസുകൾ നിലനിൽക്കും. ആ കേസുകളിൽ പോലീസിൻ്റെ നടപടികൾ തുടരുന്നു. ഒപ്പം തന്നെയും കോളേജിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു അന്വേഷണം അതിൽ സംബന്ധിച്ച് നടത്തുന്നുണ്ട്. എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇപ്പോഴുള്ള തീരുമാനങ്ങളെ ബാധിക്കില്ല. അത് അന്വേഷണമെല്ലാം തന്നെ അതിൻ്റെ വഴിക്ക് തന്നെ നടക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് കോളേജ് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്. നാളെ മുതൽ കോളേജിലെ അധ്യയനം ആരംഭിക്കുകയും ചെയ്യും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ 2 തവണ നോട്ടീസ് നൽകിയാലും EDയുടെ അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു മനോഭാവമല്ല തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്ന് തന്നെയാണ് ED വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ EDയും കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിലേക്ക് എത്താം എന്നുള്ളൊരു ശക്തമായ സൂചനകളുണ്ട്. തോമസ് ഐസക്ക് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അതേസമയം തന്നെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ, വിദേശ നാണ്യ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്നിട്ടുള്ള ക്രമക്കേടുകൾ, അതിൻ്റെ ഒരു തെളിവുകൾ, ED പറയുന്ന തെളിവുകൾ, ക്രമക്കേടുകൾ ED ഒരുപക്ഷെ കോടതിക്ക് മുൻപിലേക്ക് അത് സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി തോമസ് ഐസക്കിന് വീണ്ടും നോട്ടീസ് നൽകുകയോ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് പോകാനായിട്ട് അനുമതി നൽകണമെന്ന് കോടതി വഴി ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതയും വളരെ സജീവമാണ്. തോമസ് ഐസക്ക് ഇതിൽ EDക്ക് കൊടുക്കുന്നൊരു മറുപടി സാങ്കേതികമാണ്. പക്ഷേ അതിൽ തൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന് തോമസ് ഐസക്ക് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് അതിൽ എടുത്ത് പറയേണ്ടത്. കാരണം കിഫ്ബി എന്നത് അതൊരു കൂട്ടായ്മയാണ്, ഒരു ബോർഡാണ് വരുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ചെയർമാനാകുന്നു, ഒപ്പം തന്നെ മറ്റ് അംഗങ്ങളുണ്ട്, അതായത് 15ലധികം അംഗങ്ങളുണ്ട്. അങ്ങനെ ഇത്രയും വിപുലമായ ഒരു സംവിധാനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. ഇതിൽ ധനമന്ത്രി എന്ന രീതിയിലുള്ളൊരു റോൾ, അതിൽ തൻ്റെ ഒരു റോളും അത് തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ. അപ്പോൾ ആ ഒരു കാര്യം തോമസ് ഐസക്ക് സൂചിപ്പിക്കുന്നു. അതിലൂടെ വ്യക്തമാക്കുന്നത് ഇത് തനിക്ക് മാത്രമല്ല ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വമെന്ന് തോമസ് ഐസക്ക് പറയും. ധനമന്ത്രി മറ്റുള്ളവരുടെ കൂടി ഒരു തീരുമാനത്തിനനുസൃതമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മറ്റുള്ള ആളുകൾക്ക് കൂടി അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വായിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ EDയെ ഓർമ്മിപ്പിക്കുക കൂടി. തിരികെ വാർത്തയിലേക്ക്. കോൺഗ്രസുകാരനായ താനന്ദിന് ശ്രീറാമിനെ BJPക്ക് വിട്ടുകൊടുക്കണമെന്ന് ശശി തരൂർ. അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട തന്റെ ട്വീറ്റ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. ജയ് ശ്രീറാം എന്നത് രാഷ്ട്രീയ മുദ്രാവാക്യമായതിനാൽ മനഃപൂർവ്വമാണ് സിയാറാം എന്ന് ഉപയോഗിച്ചതെന്നും തരൂർ പ്രതികരിച്ചു. ഞാൻ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു? ഹിന്ദിയിൽ ഒരു വാചകം,
സിയാവർ രാമചന്ദ്ര കി ജയ്. ഞാൻ ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ല, കാരണം ജയ് ശ്രീറാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് സിയ എന്ന് പറഞ്ഞാൽ സീതയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ. അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ് വിളിക്കുന്നത് മാത്രമാണ്. ഈ വിഷയത്തിൽ നമ്മളുടെ മതേതര രാജ്യത്തിൽ, നമ്മൾ മതേതരത്തിന് അർത്ഥമല്ല നമ്മൾ എല്ലാവർക്കും മതമില്ലാണ്. എല്ലാവർക്കും അവരുടെ മതമുണ്ടാവാൻ അവകാശമുണ്ട്. എല്ലാവരും പരസ്പരം മറ്റേവരുടെ മതത്തിനെ ബഹുമാനിക്കണം, മതവിശ്വാസത്തെ ബഹുമാനിക്കണം. അതാണ് നമ്മളുടെ സെക്യുലറിസമിന്റെ കോൺസെപ്റ്റ് ഭാരതത്തിൽ. ഇറ്റ്സ് മോർ പ്ലൂറലിസം ദൻ സെക്യുലറിസം ഇംഗ്ലീഷ് പറയുകയാണ്. ഹിന്ദിയിലാണെങ്കിൽ ധർമ്മനിരപേക്ഷത, അല്ലാതെ ഒരു പന്ത് നിരപേക്ഷത. അതിനർത്ഥം ഏത് പ്രത്യേക മതത്തിന് വേണ്ടി ഒരു ഫേവറിസം കൊടുക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിട്ട് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഞാൻ എന്തിനാണ് ഞാൻ BJPക്ക് വിട്ടുകൊടുക്കുന്നത്? എന്റെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. അവരുടെ ആഗ്രഹമായിരിക്കും എല്ലാവരും രാം ഭക്തനായ എല്ലാവരും BJPക്ക് വോട്ട് കൊടുക്കണമെന്ന്. പക്ഷേ രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു BJPക്കാരനാണോ? ഇതാണ് ചോദ്യം. എന്റെ അഭിപ്രായത്തിലല്ല, അത് അവരുടെ ആഗ്രഹമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അല്ല. അതിനിടെ ശശി തരൂർ എംപിക്കെതിരെ തിരുവനന്തപുരം ലോ കോളേജിൽ പ്രതിഷേധം. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പിന്തുണച്ചുവെന്ന് ആരോപിച്ച SFI പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാർക്ക് നേരെ കൈകൂപ്പിയും കൈവീശിയും ശശി തരൂർ. ഇനിയൊരു തീരുമാനവും എടുക്കുന്നില്ലെന്ന് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ. ഇലക്ട്രിക് ബസ് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ നിരാശ കലർന്ന മറുപടി. ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കണ്ടല്ലോ എന്നും മന്ത്രി. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഗണേഷ് കുമാറിനെ കുനിച്ചിരുത്തി ഇടിച്ചു കഴിഞ്ഞു, വിട്ടേക്ക് കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിട്. അതിൽ കാര്യമൊന്നുമില്ല. ഒരു പുതിയ തീരുമാനമില്ല. ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇനി മതിയായി, ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കി. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല, ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. വല്ലപ്പോഴും ഒരു സത്യം പറയുന്നത് സത്യം പറയുള്ളൂ. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല. ഞാൻ അച്ഛനറിയാം, ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ തെളിയും. കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട്ടിൽ ഭിന്നശേഷിക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വികലാംഗ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച പാപ്പച്ചൻ നേരത്തെ പഞ്ചായത്ത് ഓഫീസിൽ കത്ത് നൽകിയിരുന്നു. കിടപ്പ് രോഗിയായ മകൾക്കും ജോസഫിനും കഴിഞ്ഞ 5 മാസമായി പെൻഷൻ മുടങ്ങിയിരുന്നു. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ, എന്താണ് സംഭവിച്ചത്? മറ്റു വാർത്തകളിലേക്ക് വരാം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ല. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത്. തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമെന്നും ഇഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു. ഡാനി പോളിന്റെ റിപ്പോർട്ട് കാണാം. കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ ED നൽകിയ രണ്ടാമത്തെ നോട്ടീസിനാണ് തോമസ് ഐസക് മറുപടി നൽകിയിരിക്കുന്നത്. ഈ മറുപടിയിൽ പറയുന്നത് മസാല ബോണ്ട് വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് കൂട്ടായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കിഫ്ബിയിൽ അധ്യക്ഷനായിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ബോർഡ് അംഗങ്ങളായിട്ട് 15ലധികം പേരുണ്ട്. ഇവരെല്ലാം ചേർന്ന് ഉണ്ടാകുന്ന ഒരു കൂട്ടായ തീരുമാനം ആണ് ഈ കിഫ്ബിയിൽ നിന്ന് ഉണ്ടാകുന്നത്. ധനകാര്യമന്ത്രി എന്ന രീതിയിലാണ് താൻ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് സാങ്കേതികമായ ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് തോമസ് ഐസക് ഇഡിക്ക് മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ തോമസ് ഐസക്കിന്റെ മറുപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തോമസ് ഐസക് മറുപടി നൽകിയതിലൂടെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണെന്ന രാഷ്ട്രീയപരമായിട്ട് വിമർശനം ഉയരുന്നുണ്ട്. ഒപ്പം തോമസ് ഐസക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു. ഇത് തന്റെ വ്യക്തിപരമായ തീരുമാനം അല്ല ഇതെന്ന് പറയുന്നു. കിഫ്ബി സംബന്ധിയായ കൂട്ടായ തീരുമാനങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ധനമന്ത്രി ആയതുകൊണ്ടല്ലേ അതിന്റെ വൈസ് ചെയർമാനായിരിക്കുന്നത്, മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അതിന്റെ ചെയർമാനായിരിക്കുന്നത്.
അത് എക്സ് ഒഫീഷ്യോ സ്ഥാനമാണ്. തീരുമാനങ്ങളൊന്നും വ്യക്തിപരമായി എടുക്കുന്നതല്ല. അതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടായിട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ്. അതിൻ്റെ എല്ലാ രേഖകളും നൽകിക്കഴിഞ്ഞു. ഇനി അപ്പുറം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത്. അത് ഇലക്ഷൻ എടുക്കുന്നതോറും മോഡിജിക്ക് പണ്ടില്ലാത്തൊരു പേടിയുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ തറടിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ED എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നുണ്ട്. തോമസ് ഐസക് നൽകിയ മറുപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഒപ്പം ഈ വിവാദം സംബന്ധിച്ച ഈ മസാല ബോണ്ട് സംബന്ധിച്ച EDക്ക് മുന്നിലേക്ക് എത്തില്ല എന്ന് തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ എന്താണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എന്ന് ED വ്യക്തമാക്കണം ആദ്യമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. ഇതിൽ രണ്ടാമത് നൽകിയ നോട്ടീസിന് മറുപടി നൽകുമ്പോൾ തോമസ് ഐസക് EDക്ക് മുന്നിലേക്ക് എത്തില്ല എന്ന് EDയും അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലടക്കം ഒരു വിശദീകരണം നൽകിക്കൊണ്ട് ഈ വിഷയത്തിൽ മസാല ബോണ്ട് സംബന്ധിയായ കാര്യങ്ങളിൽ ഉള്ള തെളിവുകൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് കോടതി വഴി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം ED നിയമപരമായി നടത്തുന്നുണ്ട് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5745, പവന് 45,960. സ്വർണം 18 ക്യാരറ്റിന് 4280, പവന് 38,240. വെള്ളി ഗ്രാമിന് 76, കിലോയ്ക്ക് 76,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ